കേസ് അങ്ങനെ ഡേ 2 ആയിരിക്കുകയാണ്. അപ്പൊ രാവിലെ തന്നെ ഇവിടെ കണ്ട പിണങ്ങി കിടക്കണണ്ട, വേറെ ഒന്നും അല്ലതേ രാവിലെ തന്നെ ഇവിടേക്ക് മുള്ളി വെച്ചിരിക്കണത്. റൂമിൽ മുള്ളിരിക്കണേ. ഞാൻ 2 എണ്ണം നല്ല തിത്തായി കൊടുത്തു. പിന്നെ അതുകൊണ്ട് പിണങ്ങിയ ശേഷം അവിടെ കിടക്കുക, അത്രേ ഉള്ളു. അതിന് പണിഷ്മെന്റും ഉണ്ട്. ഇന്ന് അവനെ പിടിച്ച് നമ്മുടെ റൂമിൽ കിടത്തത്തില്ല രാത്രി. ഇന്ന് ആശാൻ പുറത്ത് കിടക്കും. കുറെ നാളെ ഇതേപോലെ പണ്ട് മുള്ളിയപ്പോ ഇതേപോലെ ഞാൻ പിടിച്ച് പുറത്ത് കിടത്തി 2 അടി കൊടുത്തത്. പിന്നെ മുള്ളിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് ശരിയല്ല, അതുകൊണ്ട് പണിഷ്മെന്റ് പോലെ നീ ജയിലിൽ കിടക്കും പുറത്ത്. ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ എവിടെയാണ് SL വെക്കണത്, TP വെക്കണത്, അതൊന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? ട്രേഡ് ചെയ്യേണ്ട സിഗ്നൽ ഒന്ന് പറഞ്ഞു തരുമോ ബ്രോ? ട്രേഡ് ചെയ്യണതിന് മുമ്പ് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ ദാറ്റ് ഈസ് ഞാൻ ട്രേഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹമുള്ളവർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. ഓക്കെ, ഇവിടെ ഫുള്ള് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് കാര്യം നമ്മളിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പോയില്ല. റൂമിൽ തന്നെ ഇരുന്നിട്ടും കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ അയക്കുന്നുണ്ടായിരുന്നു. മറ്റേ ട്രേഡിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കേട്ടോ എങ്ങും പോവില്ല. അല്ല, ആക്ച്വലി പോവാണ്, നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ജിമ്മിൽ പോകാൻ പോവാം. അത് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ രാവിലെ ഉച്ച തൊട്ട് ഫുള്ള് അകത്തിരിക്കുമായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു, എങ്ങും പോയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നിയാസ് അവൻ നേരെ എറണാകുളത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞ ആളിയാ വർക്കൗട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ഇന്ന് വേണം, നമുക്ക് അടുത്ത ആഴ്ച ഇട്ട് പോരെ. കാരണം ഞാൻ ഒരാഴ്ച ഓടി സെറ്റായിട്ടൊക്കെ പോരെന്നൊക്കെ പറയും. വേണ്ട, നടക്കത്തില്ല, നിങ്ങൾ മടിയനാണ് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകണം. അവൻ്റെ ആലപ്പി അവിടുത്തെ അവൻ്റെ പ്രോജിമിലോട്ട് പോകണം. നമ്മുടെ ഫ്രൈഡേ കുട്ടി വണ്ടി ഒന്ന് കഴുകണം. കുറെ നാളായി അഴുക്ക് പിടിച്ചിരിക്കുവാണ്. പിന്നെ ഫ്രൈഡേയിൽ എന്തൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പൊ ചുമ്മാ ഇരുന്നാലും ഇടക്ക് കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഇറങ്ങിപ്പോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വണ്ടി നിർത്തിക്കുമ്പോൾ ഇത് ഊരിയിടും ബാറ്ററി. ഇല്ലെങ്കിൽ ഇത് ബാറ്ററി ഡ്രെയിനാണ്, എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ വയറിങ്ങിൻ്റെ വല്ല വിഷയമാണെന്ന് അറിയത്തില്ല. എന്തായാലും അതൊന്ന് അടുത്ത ദിവസം ലീഞ്ചേട്ടൻ്റെ കടയിൽ പോയി ഒന്ന് കാണിക്കണം. ഓക്കേ മുത്തേറോട്ടെ, ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം കേട്ടാ. ബൈ ബൈ. ജിമ്മി 5. ഓക്കെ ബൈ. കണ്ട സംസാരിക്കണം, എന്നെ ഇവിടെ കൊണ്ടുപോകുന്നല്ലേ, നടക്കത്തില്ല. സോറി ബ്രോ. എന്തുവാടാ ഞാൻ വന്നിട്ട് ചുമ്മാ കറങ്ങാൻ കൊണ്ടു. ഓക്കെ ബൈ. ഇത് കേട്ടില്ല ഗൈസ്, ഇപ്പോഴത്തെ ആൾക്കാർ മൊത്തം ഇവിടെ ക്യൂ നിൽക്കുവാണ്. പിന്നെ ഇവിടുത്തെ പൊക്കത്തെ റോഡ് ഏകദേശം റെഡിയാക്കിയുണ്ട്. നമ്മൾ ഇതിന്റെ പൊക്കത്തൂടെ കയറി പോകണമെന്നേ ഉള്ളു കേട്ടാ. ഓ, ഈ റോഡൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും കേട്ടാ. ഇത് കലൂർ ജംഗ്ഷന്റെ കറക്റ്റ് സെന്റർ ആണ് കേട്ടാ. ഇവനെ നോക്കി വെച്ചോ, ഇവൻ വലിയൊരു നടനാകാൻ പോവുകയാണ്. ഞാൻ അഭിനയിക്കുവാണെങ്കിൽ സഞ്ജു ഉറപ്പായിട്ടും മെയിൻ റോള് അതേ കാണും. എടാ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ലല്ലേ. ഞങ്ങളൊക്കെ അതെനിക്ക് അറിഞ്ഞൂടാ, സഞ്ജു അഭിനയിക്കാൻ അറിയത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ, അപ്പൊ നമുക്കിത് പഠിക്കാലോ. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഗൈസ് നമ്മൾ ജിമ്മിന്റെ പടി ചവിട്ടിയിരിക്കുകയാണ്. സംഭവം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ ആൾക്ക് ശേഷം ചെയ്തുകൊണ്ടാണെന്നുണ്ട്. ഭയങ്കര തളർച്ചയൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ, ഫ്രാങ്ക്ലി. സംഭവം കൊള്ളായിരുന്നു. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ മറ്റേ ബ്രിസ്ക്കറ്റ് ഇല്ലേ, മറ്റേ ബീഫ് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തുള്ള സംഭവം, അതിന്റെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാന്ന് പറയണ കേട്ടോ. എന്തായാലും എനിക്കൊരു ആലപ്പുഴ വേറെ എങ്ങും ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും അവിടെ പോയിന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പുറത്തു പോകണം. അത് തന്നെ മലരി ഇതാണ് കേട്ടോ സംഭവം. ഇത് ഇവന്റെ ആണ്. ഞാൻ അടുത്ത ദിവസം, ഇത് നൈറ്റ് ആയതുകൊണ്ടാണ്, ഞാൻ അടുത്ത ദിവസം രാവിലെ വന്നിച്ചും ഇത് കട്ട് ചെയ്ത് അതിന്റെ ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ഫീൽ. ആലപ്പുഴ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ആലപ്പുഴ വേറെ എവിടെ ഇല്ല കേട്ടോ, നമ്മുടെ ജില്ല മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നേരെ ബിസ്ക്കറ്റ് കഴിക്കണം ഇങ്ങോട്ട് പോവാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് ആകുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ രാവിലെ അടുത്ത ദിവസം, നാളെ അങ്ങനെ നോക്കട്ടെ, നാളെ മറ്റന്നാൾ അങ്ങനെ കണ്ട. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു
അതിന്റെ ഒരു ഫീൽ കിട്ടത്തില്ല. കണ്ട ഇത് എത്ര നേരം കുക്ക് ചെയ്തടാ? 16 മണിക്ക് ഇതിപ്പോ വെച്ചുള്ളൂ 1 hour ആയുള്ളൂ. നമ്മൾ ടോട്ടൽ 16 മണിക്കൂർ ഇതിന്റെ കുക്കിംഗ് ടൈം വരുന്നുണ്ട്. 16 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റേണൽ ടെമ്പറേച്ചർ 206 ആകുമ്പോഴാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പോഴാണ് ബ്രിസ്ക്കറ്റിന്റെ ഫുൾ പ്രോസസ്സ് കഴിയുന്നത്. ഓ അടിപൊളി. എന്തായാലും ഗൈസ് ഞങ്ങൾ ടെസ്റ്റ് അടിക്കാൻ വന്നത് നമ്മുടെ ചങ്ങിന്റെ എന്തായാലും ആദ്യത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കഴിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ ഇവിടെ വരുമ്പോൾ രാവിലെ മൊത്തത്തിൽ ഇത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ എടാ ഇപ്പൊ കിട്ടത്തില്ലേ? ഇപ്പൊ തരാം. ഓക്കെ എന്റെ ഗൈസ് അത് ഞാൻ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ബീഫൊക്കെ വേറെ ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നു ഈ സാധനം. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുരുമുളകും ഉപ്പും ഒക്കെ മാത്രമേ ഇട്ടുള്ളൂ. അത് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്ത് അടിപൊളി. അടുത്ത ദിവസം ഞാൻ കറക്റ്റായിട്ട് ഫുൾ സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ എന്തായാലും ഗൈസ് ആലപ്പുഴ ഉള്ളവർക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ ചില്ലർ കഫേ ഉണ്ടല്ലോ അതിൻ്റെ അകത്താണ് കേട്ടോ ഈ സാധനം. അപ്പോൾ നേരെ വന്നേച്ചും തട്ടിക്കോ അടിപൊളിയാണ്. ബീഫ് എന്തായാലും ഞങ്ങൾ കുറച്ച് കഴിച്ചുള്ളായിരുന്നു ഗൈസ്. അപ്പോൾ വിശപ്പ് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി മാറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ ഇവിടെ ഓഷ്യൻ ഷാക്ക് എന്ന് പറയുന്ന ഒരു കഫേ ഉണ്ട്. അവിടെ വന്നേച്ച് ഞങ്ങൾ ഒരു ഫിഷ് ഓർഡർ ചെയ്ത് എന്താണ് എന്നെ ഫിട്ടറോ അങ്ങനെയാണ് എൻ്റെ പേര്. മറ്റേ ചെമ്പല്ലി ഉണ്ടല്ലോ ചെമ്പല്ലി ഗ്രില്ല് ചെയ്ത ഐറ്റം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നൈസായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞാൽ. അപ്പോൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മറ്റേ മോഹിനിയാട്ടം കാണാൻ പോയി. എൻ്റെ ആളെ ഞാൻ ചിരിച്ച് ചത്ത് കേട്ടോ. ചന്തപ്പടം അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ കാണണം. അടിപൊളിയാട്ടോ. ഒരു ഫാമിലി എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല സ്പോയിലറായി പോകും. അടിപൊളി. എന്തായാലും ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഗൈസ്. ഓക്കെ.